നമസ്കാരം. റാഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. മെയ് 18 ബ്രസീൽ ടീമിൻ്റെ ഫൈനൽ സ്ക്വാഡ് അവരുടെ കോച്ച് കാർലോ ആഞ്ചലോട്ടി പ്രഖ്യാപിക്കുക. വേൾഡ് കപ്പിന് മുമ്പ് ആ സ്ക്വാഡിൽ ഇടം പിടിക്കാനുള്ള അവസാനവട്ട ശ്രമങ്ങളിലേക്ക് പല താരങ്ങളും കടക്കുമ്പോൾ UOLൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് 26 അംഗ സ്ക്വാഡിൽ 22 പേരെയും കോച്ച് ആഞ്ചലോട്ടി ഇപ്പോൾ തീരുമാനിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ പരിക്ക് വന്നെങ്കിൽ മാത്രമേ വ്യത്യാസം ഉണ്ടാവുകയുള്ളൂ. അതേസമയം ഇനി 4 പൊസിഷനുകൾ, ആ 4 പൊസിഷനുകളിലേക്കായിട്ട് ഒരു പിടി താരങ്ങളെ കോച്ച് പരിഗണിക്കുന്നുണ്ട്. ഈവൻ നെയ്മർ ജൂനിയർ അടക്കം പരിഗണിക്കുന്നു എന്നാണ് റിപ്പോർട്ട്. അതായത് 4 സ്പോട്ടുകൾ ഓപ്പണാണ്. അതിലൊന്ന് ഡിഫൻഡർ സ്പോട്ടാണ്. ലിയോ പെരീരയോ ഇബാനസോ സ്ക്വാഡിലേക്ക് എത്തിയേക്കും. പിന്നെ ഒന്ന് മിഡ്ഫീൽഡർ പൊസിഷനാണ്. ആൻഡ്രി സാൻഡോസോ പക്കേറ്റോയോ സാഡയോ ആ ഒരു പോസ്റ്റിനായിട്ട് മത്സരിക്കുന്നു. അതേസമയം അറ്റാക്കേഴ്സ് പോസ്റ്റിൽ 2 സ്പോട്ടുകൾ അവൈലബിൾ ആണ്. എൻട്രിക്കും ഇഗോർ തിയാഗോയും കായോ ഹോർഗയും റയാനും റിച്ചാലിസണും നെയ്മറുമാണ് പരിഗണിക്കപ്പെടുന്നത് എന്നാണ് UOLൻ്റെ റിപ്പോർട്ട്. വിശദമായിട്ടൊന്ന് നോക്കിയാൽ ഇപ്പോൾ ഡിഫൻഡേഴ്സ് പൊസിഷനിൽ ഒരു 4 സ്പോട്ടുകളും തീരുമാനിച്ചിട്ടുണ്ട് കാർലോ ആഞ്ചലോട്ടി. 5th സ്പോട്ടിന് വേണ്ടിയിട്ടാണ് മത്സരം. അത് ലിയോ പെരീരയോ ഇബാനസോ. മിഡ്ഫീൽഡിൽ നമ്മൾ പറഞ്ഞല്ലോ, ഒരു ലാസ്റ്റ് സ്പോട്ട് അത് ആര് കൊണ്ടുപോകുമെന്നുള്ള ചോദ്യമുണ്ട്. ആൻഡ്രി സാൻഡോസും ലൂക്കാസ് പക്കേറ്റയും ഗബ്രിയേൽ സാറയും ഒക്കെ തീർച്ചയായിട്ടും കോച്ച് പരിഗണിക്കുന്നവരാണ്. അതിലാര് വരുമെന്ന് കാണാം. പിന്നെ അറ്റാക്കേഴ്സിൻ്റെ കാര്യത്തിൽ 7 പേരുകളാണ് ഇപ്പോൾ ലോക്കിൻ ചെയ്തിരിക്കുന്നത്. 2 പൊസിഷൻസാണ് കോച്ച് അവിടെ ഓപ്പൺ ആക്കിയിട്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ആഞ്ചലോട്ടിയുടെ കോളപ്പ് വരുമ്പോൾ വിനീഷ്യസ് ജൂനിയറും എസ്റ്റവായോ വില്യനും മാർട്ടിനെല്ലിയും റാഫിഞ്ഞയും മാറ്റിസ് കുഞ്ഞയും ലൂയിസ് എൻട്രിക്കയും ജാവോ പെഡ്രോയും എന്തായാലും സ്ക്വാഡിലുണ്ടാവും. എസ്റ്റവായ്ക്ക് പരിക്കല്ലേ എന്ന് വെച്ചാൽ മൈനർ ഇഞ്ചുറി മാത്രമേ ഉള്ളൂ. വേൾഡ് കപ്പ് സ്ക്വാഡ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് അദ്ദേഹം പൂർണ്ണ സജ്ജനാകുമെന്നാണ് ഇപ്പോൾ ബ്രസീൽ മാധ്യമങ്ങളുടെ റിപ്പോർട്ട്. അപ്പോൾ ഇനി 2 സ്പോട്ടിനോ, ഈ അറ്റാക്കിംഗ് നിരയിലേക്ക് 2 സ്പോട്ട് കൂടി. എൻട്രിക്ക് ഇഗോർ തിയാഗോ, കായോ ഹോർഗെ, റയാന്, റിച്ചാലിസൺ, നെയ്മർ. ഇതിലേത് 2 പേര് കാത്തിരിക്കാം? എന്താണ് ആഞ്ചലോട്ടിയുടെ ഫൈനൽ തീരുമാനം എന്നറിയാൻ വേണ്ടി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.